സോ ഹലോ യൂട്യൂബ്, ഇന്നെന്ന് പറയുന്നത് 2023 തിരുവോണത്തിൻ്റെ നൈറ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫാമിലി ട്രിപ്പ് ടൈം. അങ്ങനെ നമ്മൾ നേരെ നേറ്റിങ്ങിൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് നേരെ മധുരയിലേക്കാണ്. മധുരയിൽ നിന്ന് ബസ് ഓൾറെഡി ബുക്ക്ഡ് ആണ് നേരെ കൊടൈക്കനാൽ. അപ്പോൾ നാളെ മോർണിംഗ് ഒരു 10:30, 11 ആകുമ്പോൾ കൊടൈക്കനാലെത്തും. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് നേരെ കൊടൈക്കനാലേക്ക്. അങ്ങനെ 4:30 എത്തേണ്ട മധുരയിൽ എത്തേണ്ട ട്രെയിന് 4 മണിക്ക് എത്തിച്ചു. അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഫ്രഷൊക്കെ ആയിട്ട് അരിപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക്. ഒരു 5 മണി ആവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 6:20 ഇവിടെ നിന്ന് ബസ് വരുന്നത്. അപ്പോൾ അതുവരെ ഇനി പോസ്റ്റാണ്. ഇവിടെ കിടന്നൊക്കെ ഒന്ന് കറങ്ങിയിട്ട് 6:30 വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 6:20 ബസ് എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കയറി ഇരിപ്പാണ്. നമ്മളിങ്ങനെ ഇവിടെ 6:20 തിരിക്കും. ഇപ്പോൾ 6:10 ആയിട്ടുള്ളൂ. 10 മിനിറ്റും കൂടെ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നേരെ കൊടൈക്കനാൽ. അങ്ങനെ അവിടെ നിന്ന് ബസ്സിലൊരു 4 മണിക്കൂർ, നല്ല ബ്ലോക്ക് കേട്ടോ. 4 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് എത്തി. പിന്നെ ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ഒരു ഹൗസ് എടുത്തിട്ടുണ്ട്. നേരെ ഇനി അങ്ങോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. സോ അങ്ങനെ റൂമിലൊക്കെ വന്ന് കയറി ഒരു വീട് 2 ദിവസത്തേക്ക് 7,000 റുപ്പീസാണ്. റീസണബിൾ പ്രൈസ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളെടുത്തു. റൂമിൽ വന്ന് കയറി. കുഴപ്പമില്ല. 2 ബെഡ്റൂം ഉണ്ട്, ഹാള്, കിച്ചൺ, ഗ്യാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇലക്ട്രിക് എൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അവർ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കുടിക്കാം. ഇനി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പുറത്തോടൊക്കെ ഒന്ന് ഇറങ്ങണം. ഇവിടെ ഒന്ന് പോയിട്ട് ലേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ നാളെ ഒരു 1 ഡേ സിറ്റി ടൂർ എടുക്കും. ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് എൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം വിളിക്കാം. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല, ബസ്സിൻ്റെ അതായിരുന്നല്ലോ. പിന്നെ ഇനിയിപ്പോൾ നേരെ പോയിട്ട് നല്ല ഹെവി ആയിട്ട് വല്ലതും തട്ടണം. അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛനും അദ്വിക്കും എഴുതുന്നുണ്ട്, അമ്മ തോന്നുന്നു. ഇനി നമുക്ക് നേരെ ഇനി പോയി ഫുഡ് കഴിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ നേരത്തെ ട്രാവലിൻ്റെ ക്ഷീണമൊക്കെ അമ്മച്ചുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ടെങ്കിൽ 5 മണി ആയ സമയത്താണ് ഈ പുറത്തിറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. വേറെ ആൾക്കാരൊന്നും വന്നില്ല. ഞാൻ റെഡിയായി ഇവിടെ നിൽക്കുക. ഇപ്പം തണുപ്പ് തുടങ്ങി കേട്ടോ. വലിയ തണുപ്പുണ്ടെന്നല്ല, എങ്കിലും തണുപ്പൊരു 18-16 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നേരെ ബ്രാൻഡ് പാർക്കിലെത്തി. ഇവിടെ എൻട്രി ഫീസ് 30 രൂപയാണ്. മുന്നേ 3 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള പിള്ളേർക്ക് 15 രൂപയാണ്. 6 മണി വരെ ഒരു എൻട്രി ഉള്ളൂ. 6:30 ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6 മണി കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങാം. ബാക്കി എല്ലാവരൊക്കെ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ഒരു 6:30 ആയപ്പോൾ തന്നെ സെക്യൂരിറ്റി ഒന്ന് വിസിലൊക്കെ അടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ താഴെ പൊയ്ക്കൊണ്ടിരിക്കുക. കുറേ നല്ല രസമുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഞാൻ ബാഗിൽ കിടന്ന ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദോശ വാങ്ങിച്ചായിരുന്നു. ദോശ ഈ റൂമിൽ കൊണ്ടുവച്ച് ഹൗസ് ആണല്ലോ എടുത്ത്. അപ്പോൾ റൂമിൽ കൊണ്ടടച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനാണ്. ഈ ഹോട്ടലിലൊക്കെ നല്ല കൂളായിട്ടോ, നല്ല സ്നേഹമായിരുന്നു. നാരങ്ങ ആവശ്യം ചുമ്മയൊക്കെ തന്നു നാരങ്ങ. ഈ വീട്ടിൽ പോയിട്ട് വേണം ഒരു ലെമൺ ടീ ഒക്കെ ഇട്ട് അടിച്ച് കുടിച്ച് സെറ്റാവും. അങ്ങനെ വീട്ടിലൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് പോയി ഉറങ്ങാൻ പോകാം. മേച്ചിനൊക്കെ കിടന്നു. ഇങ്ങനെ കിടന്ന് ഉറങ്ങണം. അടുത്ത ദിവസം അടുത്ത വീട്ടിൽ